guys, welcome back to my YouTube channel. അയ്യോ വീഡിയോ ഓൺ ആക്കി. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യാം. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കാണില്ലല്ലോ. ഓക്കെ. അപ്പൊ ഇനി തൊട്ട് ഇതാണ് എന്റെ സ്റ്റുഡിയോ ഗൈസ്. പക്ഷെ ഇവിടെ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കിട്ടത്തില്ല. അവിടെ ഞാൻ ചൂടത്തിരുന്ന് പുഴുങ്ങി പുഴുങ്ങി വീഡിയോ. ഇതാ ഓക്കെ, നമുക്ക് സാക്രിഫൈസ് ചെയ്യാം. എനിവേസ്, പക്ഷെ അതിന് ഇങ്ങനെ നിന്നാലല്ലേ കാറ്റ് കിട്ടത്തുള്ളൂ. ഈ ക്യാമറ ഒന്ന് തുടയ്ക്കണം. ഒരുമാതിരി മങ്ങി പനി വന്നരും. മണപ്പിച്ചോണ്ടിരിക്കുന്ന പിച്ചി പോവാ. അയ്യോ മൈഗ്രേൻ കൊണ്ടുപോണി എടുത്ത് മണപ്പിച്ച്. പക്ഷെ പിച്ചി എനിക്ക് വലിയ സീനില്ല. മുല്ലയാണെങ്കിൽ എനിക്ക് ഭയങ്കര സീനാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടല്ലേ. ചിങ്ക ഓക്കെ, റീസൺ പറഞ്ഞുതരാം. എനിക്ക് യൂട്യൂബ് ചാനൽ നീ പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കൊരു വേറെ മൈക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ റെഗുലർ ആയിട്ടൊന്നും മൈക്ക് യൂസ് ചെയ്യണ ഒരാളെ അല്ല. പക്ഷേ റീസെന്റ് ഞാൻ ഒരു മൈക്ക് മേടിച്ച്. അപ്പോ അത് ഇന്ന് അൺബോക്സ് ചെയ്യാം. ഇന്ന് അത് കൊറിയർ ചേട്ടൻ കൊണ്ടു തന്നു. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചേ. സോ നമുക്കത് അൺബോക്സ് ചെയ്യാം. അതാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് അൺബോക്സ്. പക്ഷേ ഓൾറെഡി ആമസോണിലെ ചേട്ടാ ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചളിങ്ങി പിളിങ്ങിയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. എന്തായാലും നമുക്ക് എടുത്തു നോക്കാം. ഞാൻ സത്യമായിട്ടൊരു കാര്യം പറയാം, എൻ്റെ അച്ഛൻ സത്യമായിട്ടും ഞാൻ ഇതുവരെ ഇത് തുറന്നു നോക്കിയില്ല. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ട് മേടിച്ച് അതുപോലെ ഞാൻ കൊണ്ട് വെച്ച് ഇത് ഞാൻ തുറന്ന് നോക്കിയതേ ഇല്ല. വീഡിയോ എടുക്കുമ്പോൾ നോക്കാന്ന് വിചാരിച്ചു. എന്നാൽ എൻ്റെ കറക്റ്റ് എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓ ഐ നോ, ഇവിടെയാണ് ക്യാമറ. പക്ഷെ ഞാൻ ഇവിടെ നോക്കി, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കണം. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നീ എൻ്റെ അടുത്ത് എന്തോ പറയണം. നമ്മളിവിടെ ബിസ്മി ഉണ്ട് ഗായ്സ്. ഞാൻ ബിസ്മിയുടെ വീട്ടിലാണ് വീഡിയോ എടുക്കാൻ വന്നത്. ഇവിടെ ആകുമ്പോൾ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇവിടെ കുറച്ച് സ്റ്റിക്കറൊക്കെ ഉണ്ട്. പക്ഷെ അത് വീഡിയോയിൽ കിട്ടുന്നില്ല. പിന്നെ ഈ ജനലിൽ നമ്മളൊന്നും ചെയ്തില്ല. മിക്കവാറും ബാക്ക്ഗ്രൗണ്ട് പോരാത്തോണ്ടല്ലേ എന്റെ വീട്ടിൽ സീരിയൽ ഇട്ടിരിക്കണ്. ഓ സീരിയലിന്റെ സൗണ്ട് അടി. മറ്റേ യമുനെ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ അച്ഛൻ പറഞ്ഞതല്ലേ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ സൗണ്ട് ഒക്കെ കേൾക്കും. ഓ എന്റെ പൈസയൊന്നും ഞാൻ കാണിക്കുന്നില്ല. ലൈഫ് ആകുമ്പോൾ കുറച്ച് പൈസ ചിലവൊക്കെ ഉള്ള പരിപാടിയാണ്. അപ്പൊ നമ്മള് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് തിരിച്ചു കിട്ടുമെന്നാണ് എനിക്ക് ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് എമൗണ്ട് നോക്കണ്ട, ബാക്കിയൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, എന്തോ അടി, എന്ത് ചിരിയാ. എനിക്ക് വയ്യ. അയ്യോ എനിക്ക് വയ്യ. കൊള്ളല്ല, ഇവൻ കൊള്ളാം കേട്ടെ. ക്രഷ് അടിച്ചു എനിക്ക്. ബിസ്മി വിജയ് ഒന്നുമല്ല, പൊടി. ക്രഷായി. ഇത് ആരാണെങ്കിലും കോണ്ടാക്ട് മീ റൈറ്റ് നൗ. ഹിന്ദി നടനാ? ഓ സോറി, വേണ്ട ചേട്ടാ, കോണ്ടാക്ട് ചെയ്യണം. നീ അവനൊരു 100 ഗേൾ ഫ്രണ്ട് കാണും. അവൻ മറ്റേ ഫ്ലർട്ടിങ് സ്റ്റാർ ആയിരിക്കും. അല്ല, അയ്യോ ഇത് പൊട്ടിക്കണമെങ്കിൽ എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും വേണം. ഓ എന്റെ നഖം. അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിന്നുണ്ടാ? അയ്യോ എന്റെ കൈ വേദനിക്കും. ഓ ഇങ്ങനെ വെച്ചൊരു വര വരയ്ക്കുക. അപ്പൊ അത് ബിസ്മി പറഞ്ഞ് ഇങ്ങനെ വെച്ചൊരു വര വരയ്ക്കുക. ബിസ്മിക്ക് ബ്രെയിൻ നല്ല വർക്കിംഗ് ആണ്. എന്റെ ബ്രെയിൻ അത്ര വർക്കിംഗ് അല്ല. എന്റെ ബ്രെയിൻ ഇടയ്ക്ക് വെച്ച് എന്തോ പറ്റി. എന്റെ ബ്രെയിൻ ഇപ്പൊ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണേ ഇല്ല. പോയേ. അയ്യോ എനിക്ക് വയ്യ. എനിക്കിതിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തോന്നും. എടി ഇനി ഇത് തുറന്ന് വയ്ക്കുമ്പോഴത്തേക്ക് ഇത് ഏതെങ്കിലും ചാത്ത സാധനമാണെങ്കില, നോയിസ് ക്യാൻസലേഷൻ ഒന്നും ഇല്ലെങ്കില. ഇതില് നോയിസ് ക്യാൻസലേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ബട്ട് ഐ ഡോണ്ട് നോ. നമുക്ക് നോക്കാം.
ഇത് ശരിക്കും ഐഫോണിന് വേണ്ടിയിട്ട് ഉള്ള സാധനമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് പക്ഷെ എങ്ങനെ അൺബോക്സ് ചെയ്യണം എനിക്ക് വല്ല ധാരണയൊന്നുമില്ല. എങ്ങനെയാണ്? ഓ, നിങ്ങൾക്ക് കാണുന്നില്ലല്ലേ എന്റെ കൈയൊന്നും. എന്റെ ഇത്രേ കാണുന്നുള്ളൂ. വീഡിയോ കുറച്ചുകൂടെ ബാക്കി വെക്കേണ്ടായിരുന്നു. ഇല്ല, അപ്പൊ ഞാൻ ഇവിടെ വെച്ചാണ് പൊട്ടിച്ചതൊക്കെ. ആ, കുഴപ്പമില്ല. നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. പേടിക്കണ്ട. അത്ര ഒന്നും പോണോ? ആ, അങ്ങനെ ഇരിക്കട്ടെ. വൈവണ്ണ എടുത്ത് ഒത്തിക്ക വെച്ചാ ഒത്തിക്ക. അയ്യോ, ആ ഞാൻ മുട്ടൂത്തിരിക്കാം. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. അതവിടെ ഇരിക്കട്ടെ. ഇത് സാധനം കൊള്ളാം കേട്ടോ. എന്ത് ഇത് ഞാൻ അതുപോലെ ഇടും കേട്ടോ. എന്ത് ഞാൻ ഇടും. സപ്പോർട്ടിങ് ഫ്രണ്ട്. ഒത്തിക്കാൻ വെച്ച. അയ്യോ, അത് കാണുന്നില്ല പണ്ടാറ്. ക്യാമറ എവിടെ? ഇവിടെ ഇല്ലേ? ഡിജിടെക്കിന്റെ മൈക്കാണ്. മറ്റേ വേറൊരു ബ്രാൻഡ് ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ എല്ലാരും യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. HKയോ H സംതിങ് ലൈക്ക് ദാറ്റ്. അതൊക്കെ മേടിക്കണമെന്നുണ്ട്. പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു നല്ല പൈസയാണ്. അപ്പൊ നമുക്ക് തൽക്കാലം ഡിജിടെക് മതി. നമ്മുടെ ചാനലിന്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇതൊക്കെ മതി. ഇത് കൂടുതലാണ്. ഇത് മറ്റേ ബട്ടൺ പോലത്തെ ഇല്ലേ അത്. അയ്യോ, വള്ളി അതിലുള്ളതായിരുന്നു. സോറി, ഞാൻ വെച്ച് വല്ല പാമ്പ വല്ല തോന്നുന്നു. ഇപ്പൊ വല്ല ചൂടായോണ്ട് എല്ലായിടത്തും പാമ്പെന്ന് പറഞ്ഞ ഓൾറെഡി ഇപ്പൊ റേഡിയോയിൽ അമ്മ ഇട്ടത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ, യൂസർ മാനുവൽ ഇത് വേണം, ഇല്ലെങ്കിൽ ഇനി ഇത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്തോ സാധനം? മറ്റേ ലിപ്സ്റ്റിക്കിന്റെ പെട്ടി. ഒരു ലിപ്സ്റ്റിക് ഫ്രീ കിട്ടിയായിരിക്കും. അയ്യോ അല്ല. അയ്യോ അല്ല. ഓ, ഇത് മറ്റേ സോഫ്റ്റ് ഒരു കുഷൻ ഉണ്ടല്ലോ. ഇത് തുറ. ഇതിനകത്ത് വേറെ എന്തോ എന്തൊക്കെയോ അവർ തന്നിട്ടുണ്ട്. മറ്റേ പഞ്ഞി പോലത്തെ അത് തന്നെ. ഓ, പിന്നെ ഒരു ക്യാബിൾ ഉണ്ട് കേട്ടോ. എന്റെ ചിരി ഇങ്ങനെയാണ്. ഞാനാണെങ്കിൽ പബ്ലിക് പ്ലേസിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ ചിരിക്കാം. അപ്പം നീടായിട്ട് വിസ്മിക്കാതറിയാം. അതിന് മുന്നേ ഒക്കെ എന്റെ കൂടെ നടന്നവരൊക്കെ ഞാൻ ചിരിക്കാൻ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് തന്നെ അവരിങ്ങനെ തലേ കൈ വെച്ച് ഓടണം. കാരണം എന്താ വെച്ചാൽ എന്റെ ചിരിയായിട്ട് അവിടെ നിൽക്കണ എല്ലാരും നോക്കും. അച്ചോടാ. അയ്യോ, ഇതിനെടുത്ത് ഞാൻ തറ കിട്ടേട്ടാ ആ കേബിൾ കിട്ടിയപ്പോ. ഇതാണ് നമ്മളെ മെയിൻ സാധനം. അയ്യോ, ഇതിൽ ചാർജ് കാണോ നമ്മൾ കുത്തണോ? അയ്യോ, എനിക്ക് ഇപ്പൊ ഈ വീഡിയോയിൽ എടുക്കാൻ പറ്റത്തില്ല. ഒത്തിക്ക മച്ചാ, ഒത്തിക്ക. ഇത് പിടിച്ചാണ്. എനിക്കാണെങ്കിൽ ഒരു എന്റെ കയ്യിലുള്ള തലത്തിരിയുള്ള ഭയങ്കര ഇത് മാഗ്നറ്റ് ആണ്. കണ്ടാ അത് വെച്ചിട്ടും കുഴപ്പമില്ല. അതെവിടെ വെക്കണ്ടെന്ന് അറിയാമോ? ഇനി ഇരിക്കണില്ലല്ലോ. ഇത് കൂടെ വെച്ചാലല്ലേ ഇരിക്കൂ. ഓ, ഇത് മാഗ്നറ്റ് ആണ്. രണ്ടെണ്ണം ഉണ്ടോ? ഓ, ഞാൻ ഒരെണ്ണം നിനക്ക് വേണ്ടി വെച്ചത്. ഓ സത്യം. ഞാൻ എന്നിട്ട് ഇത് മേടിക്കാൻ എനിക്ക് ലിങ്ക് അയച്ചത് അവൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഒരെണ്ണം എന്റെ ബിസ്ബിക്ക് കൊടുക്കാനാണെന്ന്. ഇതിരിക്കണില്ലല്ലോ. ഞാൻ ഇതിന്റെ എങ്ങനെയെന്നൊക്കെ നോക്കിട്ട് ഇപ്പൊ വരാമേ. ഒരു മിനിറ്റ്. പത്തിക്ക വെച്ച ഓണായി. പക്ഷെ അയ്യോ എടി, ആ സാധനം അവിടെ കുത്തണോ എടി? അതല്ല, ഇതിനകത്ത് വേറൊരു കേബിളുണ്ട്. ഇത് അവിടെ കുത്തണോ? എന്നാലും ഇത് വർക്കാവുള്ളൂ. ഒരെട്ട കുത്തിക്കോട്ടെ. ആ, നീ പറയണ കേക്കും. പക്ഷെ മൈക്ക് ഇപ്പൊ കണക്റ്റഡ് ആണ്. വെയിറ്റ്. വേർത്ത് പൊളിച്ചിരിക്കും. ഇത് ഓണായാലേ നിങ്ങൾ അറിയാൻ പറ്റും. ബ്ലൂടൂത്ത് ആ സാധനം എടുത്ത് വായില്ലേ? ആ പേപ്പർ എവിടെ? യൂസർ മാനുവൽ. അതാ. എടി, നീ പറയണൊക്കെ അതിൽ കേക്കണമെങ്കില് മണ്ടത്തരൊന്ന് വിളിച്ച് പറയില്ലേ? അയ്യോ, ഇത് ഓണാണോ ഇല്ലേ എങ്ങനെ അറിയാൻ പറ്റും? ഇതാ എന്റെ ഓണായി. ഇത് ആക്ച്വലി നീല ലൈറ്റ് കത്തണുണ്ട്. പക്ഷെ ഇത് വർക്കിംഗ് ആയോ ഇല്ലേന്ന് അറിഞ്ഞൂടാ. ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ വരാം.
ഓണ് അല്ല സിംഗിൾ ഓൺ അല്ല, നോയിസ് റെഡ്യൂഷൻ ആണ് സിംഗിൾ മോഡ്. കണ്ട സിംഗിൾ ക്ലിക്കിൽ അത് നോയിസിന്റെ ഇതാവും. വീഡിയോ ഓൺ ആയിരുന്നു. എന്ത് ചെയ്യാനാ വീഡിയോ ഓൺ തന്നെ, പക്ഷെ ടൈം കാണിക്കുന്നു, പക്ഷെ മറ്റേ ഇത് കാണിക്കുന്നില്ല. ഓ ഐ തിങ്ക് എനിക്ക് തോന്നി ഇത് ഓഫ് ആക്കി. ഇതെങ്ങനാ മൂന്നാമത്തത് മ്യൂട്ട്. മൂന്നാമത്തെ മ്യൂട്ടായി. ഇപ്പൊ മ്യൂട്ട് ആക്കിയാണ് ഞാൻ വെച്ചേക്കണത്. കണ്ട 3 കത്തിക്കിടണ്ട. ഫസ്റ്റ് അറ്റാക്ക്. ഓക്കെ. ഹലോ, വല്ല കേക്കണോന്നോടാ ചെക്ക് ചെയ്യാം. ഹലോ 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 ഹലോ. മീറ്റർ ഒന്നുമില്ല. 80 മീറ്റർ ദൂരെ വരെ കേക്കും. ഹലോ ഹലോ. പക്ഷെ വീട് ചരിഞ്ഞു പോയിട്ടോ നമ്മളെ പരാക്രമത്തിനിടയിൽ. നീ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണില്ല? ഹലോ ഹായ്. ഇനി നോക്ക. ഇനി നോക്കാം. ഒരു വെട്ടേ നോക്കിട്ട് ഇപ്പൊ വരാം. ഹലോ, നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഉണ്ടാകുന്ന ഫാൻ ഇട്ടിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവേ. ഓക്കെ. അങ്ങനെ ഫൈനലി എനിക്കിനി ഫാൻ ഇട്ടിരുന്ന് വീഡിയോ ഒക്കെ എടുക്കാം. നോയിസ് ഒന്നും കേൾക്കുന്നില്ല. ഇവിടെ വേറൊരാള് മയക്കം വച്ചോണ്ട് നിൽക്കുന്നത്. കൊള്ളാം, നല്ല ഡ്രസ്. നല്ല ഡ്രസ്. സീരിയസ് ആയിട്ട് വാ. ഒത്തിക്ക മച്ച. ഹലോ പറയൂ. ഹലോ. എനിക്ക് ഹലോ പറയുമ്പോ നിനക്ക് എന്താണ് ഓർമ്മ വന്നത്? ഇന്നലെ ഞാൻ പറയട്ടാ, ഇന്നലെ ഞാനും ബിസ്മിയും കൂടെ ഞാനും ബിസ്മിയും കൂടെ പുറത്തു പോയേ. നിന്നെ വിളിക്കുന്നു. അല്ല, നീ ഇതും കൊണ്ട് പോയിട്ട് അവിടെ വീഡിയോ അത് ഇത് ഓഫ് ആക്കിയോ? എല്ലാരും വിളിക്കണ. അയ്യോ, ഇതെങ്ങനെ ഓഫ് ചെയ്യണം? ഐ ഡോണ്ട് നോ ഹൗ ടു ഓഫ് ദിസ്. ലോങ് പ്രസ് ചെയ്താൽ മതി. ഓഫ് ആവും. എന്നാ ഓൺ ആക്കിക്കോ. ലോങ് പ്രസ് ചെയ്താൽ ഓൺ ആവും. അപ്പം നീ പറയോ? എനിക്ക് ചിരി വരും. അത് ഞാനും ബിസ്മിയും കൂടെ വണ്ടിയില് പോവായിരുന്നു. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കണം, ബിസ്മി ബാക്കി ഇരിക്കണം. അപ്പൊ ബിസ്മിയുടെ അടുത്ത് എനിക്ക് ചിരി അപ്പൊ ബിസ്മിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അല്ല ബിസ്മി, അപ്പൊ ബിസ്മിയുടെ ഫോണിൽ എന്തോ ചെയ്തോണ്ടിരുന്നു. അല്ലടി, ഇല്ല. അപ്പൊ നമ്മൾ ഐഡിയാറിൽ പോയപ്പോ അവിടെ ഷവർമ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഗൂഗിളിൽ നിന്ന് ഐഡിയാറിന്റെ നമ്പർ. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മള് ഷവർമക്കളെ അന്വേഷിച്ചോണ്ട് നടക്കുകയാണ്. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞേടി ഇപ്പൊ ഒന്ന് ഐഡിയാറി വിളിച്ച് ചോദിച്ചു നോക്ക് ഷവർമ റെഡി ആയാന്ന്. ഇവിടുത്തെ ഞാൻ ആദ്യം ഒരു വട്ടം പറഞ്ഞേടി ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്ത് ഐഡിയാറിലോട്ട് ഒന്ന് വിളിയെന്ന്. ഇവളൊരു ചിരിപ്പിക്കാപ്പോ ഇവളൊരു റെസ്പോണ്ടും ചെയ്തില്ല. അപ്പൊ ഒന്നുകിൽ ചിരി അല്ലെ കാര്യം പറയാനായിരിക്കും ആരെങ്കിലും കണ്ടോണ്ടിരിക്കണം വിചാരിക്കണം. സോറി ഏട്ടാ. അങ്ങനെ ബിസ്മി റെസ്പോണ്ട് ചെയ്യണില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാ വീണ്ടും ഒരു വട്ടം കൂടെ പറഞ്ഞേടി ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്തൊന്ന് ഐഡിയാറിലോട്ട് ഇവിടെ ചിരിക്കും. ഞാൻ എന്നിട്ട് വീണ്ടും പറഞ്ഞു. അപ്പോഴും അവള് മൈൻഡ് ചെയ്യണില്ല. ഇവള് ഞാൻ നോക്കിയപ്പോ ഇവള് ഫോൺ വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. എന്റെ മൈൻഡ് അപ്പൊ ഔട്ടായേട്ടാ. ഉടനെ ഞാൻ ഇവിടുത്തെ ഫോണിൽ സംസാരിക്കണോ? മീൻസ് നമ്മൾ ആരെങ്കിലും ഫോൺ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോ അവരൊന്ന് റെസ്പോണ്ട് ചെയ്ത് നമ്മള് ഹലോ ഹലോ ഇതാക്കൂലേ, അതുപോലെ ഞാൻ ബാക്കി ഇരിക്കുന്ന ബിസ്മിയുടെ അടുത്ത് ഹലോ. ചിരി ചിരിച്ച് ഞാൻ കറക്റ്റ് ഇന്ന് ഈ വീഡിയോ എടുത്തപ്പോ ഞാൻ ഇങ്ങനെ ഹലോ പറഞ്ഞു. അപ്പൊ എനിക്ക് എനിക്ക് ആർക്കെങ്കിലും ഇത് ഫണ്ണി ആയിട്ട് തോന്നിയില്ലെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് അത് കേൾക്കാനുള്ള രസമാണ്. ഞാൻ ഇങ്ങനെ ആരെങ്കിലും ഫോൺ വിളിച്ചോണ്ടൊക്കെ നമ്മൾ ഇരുന്നിട്ട് നമ്മളിങ്ങനെ അവര് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഹലോ ഹലോ ചോദിക്കില്ലേ, അതുപോലെ ഞാൻ ബാക്ക് ഇരിക്കുന്ന ബിസ്മിയുടെ അടുത്ത് ഹലോ. അതിന്റെ വീഡിയോ എടുത്ത് വ്ളോഗ് ഉണ്ട്. ഞാൻ ഓൾറെഡി അത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്നു. ഒത്തിക്ക മച്ചാ ഒത്തിക്ക. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്റെ അടുത്ത് എന്റെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ വന്നിട്ട് പറഞ്ഞു
എടാ എപ്പോഴും ലോങ് വീഡിയോ ചെയ്യുമോ, അതാണ് ഇയാളുടെ വീഡിയോ കുറെ നേരം കണ്ടോണ്ടിരിക്കാന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ വന്ന് റിക്വസ്റ്റ്. ഞാൻ ചുമ്മാ പറയുന്നില്ല കേട്ടോ, വേണം ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ ഇവിടെ കൊടുക്കാം എന്ന് പറയും. അപ്പൊ എനിക്കും ലോങ് വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. കുറെ കണ്ടന്റ് ഒക്കെ എന്റെ മൈൻഡിൽ ഉള്ളത് ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര ദിവസം ഞാൻ എന്റെ ഫോണിന്റെ സ്റ്റോറേജ് ഇല്ലാതെ അതിന്റെ പുറകെയായിരുന്നു. ലാസ്റ്റ് ഇപ്പൊ ആ സ്റ്റോറേജിന്റെ ഇഷ്യൂ സൊല്യൂഷൻ കിട്ടി, അത് സോൾവ് ആയി. അപ്പൊ ഇനി തൊട്ട് എനിക്ക് കണ്ടിന്യൂസ് വീഡിയോ എടുക്കാം. അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ മൈക്കും ആയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങളെ ഞാൻ അങ്ങോട്ട് വെറുപ്പിക്കാനാണ് എന്റെ പ്ലാൻ. ഓ എവള് മറ്റേ ഇത് സ്പോഞ്ചൊക്കെ വെച്ച്, ഇതാണ് ഈ സാധനം. ഞാനും വെക്കട്ടെ. നീ എങ്ങനെ വെച്ചാ ഇതെല്ലാം കൂടെ വലിച്ചു കീറി വാങ്ങിച്ചിട്ട് അന്ന് തന്നെ വാങ്ങി വിളിക്കണം. അകത്ത് പോയടി കാന്തം. പള്ളിയില് ബാങ്ക് വിളിക്കണം, അതാണ് ഞാൻ മിണ്ടാതിരിക്കണേ കേട്ടോ. അത് വിളിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഇതാണ് എന്റെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോലും ഞാൻ അറിയൂല. ബിസ്മി ഇത് ശരിയാക്കിയിട്ട് ഈ സാധനം വെച്ചിട്ട് ഇവിടെ വച്ചിട്ട് പോയി. ഞാനാണെങ്കിൽ അറിയണില്ല. ഞാൻ അവിടെ അത് നോക്കി. പിന്നെ ഒരു കാര്യം, ഞാൻ ഇത് വായിക്കണതിന്റെ ഒരു ഇതിലായിരുന്നു, യൂസർ മാനുവൽ. ഞാൻ പറഞ്ഞ കണ്ട ഇത് കണ്ട ചാർജിങ് പോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഓ ഒന്ന് എന്റേത് സി ടൈപ്പ് തന്നെ, പക്ഷെ ഇതിലൊരു കേബിൾ ഉണ്ടായിരുന്നു. കിട്ടിയ കേബിൾ ഞാൻ ഓൾറെഡി കാണിച്ചു. പൊക്കമില്ലാത്ത ഇപ്പൊ എന്റെ ഒരു കുഴപ്പമല്ലല്ലോ, എന്റെ കുഴപ്പമല്ലല്ലോ. ഓ ഞാൻ ഉറക്കെ സംസാരിക്കണ്ടല്ലേ, മൈക്കുള്ളതുകൊണ്ട് പതുക്കെ സംസാരിച്ച. പണ്ട് ഞാൻ തൊള്ള ഓർന്ന് കിടന്നാണ് വീഡിയോ എടുക്കണേ, അതിൽ കുറച്ചെങ്കിലും കേക്കട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ബൂസ്റ്റും ചെയ്തു, മീൻസ് ഓഡിയോ ബൂസ്റ്റും ചെയ്താണ് ഇടുന്നത്. കത്തിയാ 100 ഒത്തിക്ക മച്ച ഒത്തിക്ക പത്തിക്ക മച്ച. അപ്പൊ നമുക്ക് ചെയ്യണ്ടല്ലോ, 100 തന്നെ. ഓ ഡിജി ടെക്കിനോടാണ് നന്ദി, 100% ചാർജൊക്കെ കൂടെ മൈക്ക് തന്നതിന്. അയ്യോ അല്ല, ഞാനല്ലേ ഈ കവർ പൊട്ടിച്ചത്. ഓ റാപ്പ് ചെയ്ത് തന്നെയാണെങ്കിൽ ഓ മീൻസ് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ നടക്കണത്. ഓ പ്രശ്നം നോക്കിട്ട് ഒത്തിക്ക വെച്ച എന്റെ പൈസ പോയി. പെണ്ണ് പറയുന്നത് ആരെങ്കിലും ഉപയോഗിച്ചായിരിക്കും. ഇന്ന് രാത്രി എനിക്ക് ഉറക്കം കാണില്ല. ഞാൻ ഇങ്ങനെ ബിസ്മി എന്നാലും അങ്ങനെ പറഞ്ഞില്ല, ഇത് ആരെങ്കിലും ഉപയോഗിച്ചിട്ട് തിരിച്ച് റിട്ടേൺ കൊടുത്തത് എന്റെ കയ്യിൽ കിട്ടിയാണെന്ന്. എന്നാലും ബിസ്മി അങ്ങനെ പറയല്ല. ഇനി അങ്ങനെ ആയിരിക്കും എന്നായിരിക്കും ഞാൻ ഇന്ന് ഉറങ്ങണതിന് മുന്നേ ആലോചിച്ചോണ്ട് കിടക്കണം. അപ്പൊ കറക്റ്റ് ആരെങ്കിലും സ്വപ്നവും കാണും, മീൻസ് ആരെങ്കിലും ഈ മൈക്ക് മുന്നേ ഉപയോഗിച്ചത് അങ്ങനെയൊക്കെ. അല്ല കുഴപ്പമില്ല, നോയിസ് ക്യാൻസലേഷൻ ഉണ്ടല്ലോ, എന്താന്ന് വെച്ചാ ചെയ്തോ. അല്ല ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം, വേറെ ഒന്നും ഇല്ല ഇനി പറയാനായിട്ട്. അപ്പോ ഫൈനലി ഞാൻ ഒരു മൈക്ക് മേടിച്ചിരിക്കുകയാണ്, അതാണ് ഞാൻ പറയാൻ വേണ്ടി വന്നത്. അപ്പം അൺബോക്സിങ് കഴിഞ്ഞ് ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് അപ്പൊ വീഡിയോ നിർത്തുകയാണ്. അപ്പൊ എനിവേസ് അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് കേൾക്കാൻ വേണ്ടി എടുത്താ പോരെ, അത് അവർക്ക് കേൾക്കാൻ വേണ്ടി എടുക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഫാൻ ഇട്ടിട്ട് മൈക്ക് ഇല്ലാതെയാണ് വീഡിയോ എടുക്കണത്. ഇനി ഞാൻ അതാണ്ട് റിസീവർ ഞാൻ ഊരി എടുത്തത്. അപ്പൊ ഇനി ഞാൻ മൈക്ക് വെച്ചിട്ട് ഫാൻ ഇട്ടിട്ടുള്ള വീഡിയോ കൂടെ കേൾപ്പിച്ചു തരാം. സോ ദിസ് ഈസ് വിത്ത് മൈക്ക്. എന്തെങ്കിലും നോയ്സ് കേൾക്കണമില്ലെന്ന് എനിക്ക് അവിടെ ഈ വീഡിയോ ഡിസ്കൗണ്ട് ചെയ്ത് ഞാൻ കേട്ടാലേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഓക്കെ, ഞാൻ ഈ വീഡിയോ ഒന്ന് കേട്ട് നോക്കട്ടെ നോയ്സ് ഉണ്ടോ. എനിക്ക് ആക്ച്വലി ഇതായിരുന്നു ആവശ്യം. അതായത് ഞാൻ എന്റെ റൂമിലും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഓൺ വോയിസ് ചെയ്ത വീഡിയോ, ഞാൻ ഫാൻ ഇല്ലാതിരുന്നാണ് വീഡിയോ എടുക്കുന്നത്,
ചൂടെടുത്തിട്ട് ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് വീഡിയോ എടുക്കുകയാണ്. ഫാൻ ഇടാൻ പറ്റത്തില്ല, സൗണ്ട് ആയിരിക്കും, നോയ്സ് ആയിരിക്കും എന്നൊക്കെ. സോ ഇനി ആ പ്രശ്നമില്ല, എനിക്ക് ഫാൻ ഇട്ടിരുന്ന് തന്നെ വ്ളോഗ് ചെയ്യാം. ടാറ്റാ. അപ്പം ഇത് ബിസ്മി പറഞ്ഞ ഐഡിയ ആണ്, ഫാൻ ഇട്ടത് ഓൺ വോയിസ് എടുത്തിട്ട് അടുത്ത് മൈക്ക് വെച്ചിട്ടും ഫാൻ ഇട്ടതും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ